വർഷം 1932. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ വിശാലമായ സ്വർണ്ണനിറമുള്ള വയലുകളിൽ സൂര്യൻ അസ്തമിച്ചു. കുറ്റിച്ചെടികളിൽ നിന്നും ദൂരെയുള്ള കുന്നുകളിൽ നിന്നും 20,000-ത്തിലധികം എമുകളുടെ ഒരു വലിയ കൂട്ടം കൃഷിയിടത്തിലേക്ക് ഇരച്ചുകയറി. അവർ വേലികൾ ചവിട്ടി മെതിച്ചു. അവർ ഗോതമ്പ് തിന്നുതീർത്തു. ഒരു പ്രകൃതി ദുരന്തം പോലെ അവർ വിളകൾ നശിപ്പിച്ചു. നിരാശരായ കർഷകർ പലതും പരീക്ഷിച്ചു. പക്ഷേ പക്ഷികളെ തടയാൻ യാതൊന്നിനും കഴിഞ്ഞില്ല. ഒടുവിൽ അവർ സർക്കാരിനോട് അപേക്ഷിച്ചു. ഓസ്ട്രേലിയൻ സർക്കാർ അത് ഗൗരവമായി കണ്ട് സൈന്യത്തെ അയച്ചു. താമസിക്കാതെ മെഷീൻ ഗണ്ണുകളും ആയിരക്കണക്കിന് വെടിയുണ്ടകളുമായി 2 പട്ടാളക്കാർ അവിടെ എത്തി. അവർ തോക്കുകളുമായി എമുകൾ മടങ്ങി വരുന്നതുവരെ കാത്തിരുന്നു. എമുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ പട്ടാളക്കാർ വെടിയുതിർത്തു. ദിവസങ്ങളോളം സൈന്യം ഗ്രാമപ്രദേശങ്ങളിലുടനീളം എമുകളെ പിന്തുടർന്നു. അവർ 10,000-ത്തിലധികം വെടിയുണ്ടകൾ പ്രയോഗിച്ചു. പക്ഷേ 100ഓളം പക്ഷികൾ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ. എമുകൾ വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. അവസാനം പട്ടാളക്കാർ കീഴടങ്ങി. അവർ തോക്കുകളുമായി തിരിച്ചുപോയി. ആ സംഭവം മഹത്തായ എമു യുദ്ധം എന്നറിയപ്പെട്ടു. പക്ഷികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പരാജയപ്പെട്ട ഒരേയൊരു രാജ്യം ഓസ്ട്രേലിയ ആയി മാറി.